Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്ററിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് 10 ചോദ്യങ്ങളാണ് വരുന്നതിൽ. അതിൽ 6 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം. സോ ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടെന്നുള്ളതാണ്. സോ ഒന്ന് ശ്രമിച്ചാൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം. ഓൺടർപ്രണറിയൽ കൾച്ചർ എന്താണ്? നിർബന്ധമായും നോക്കാം കേട്ടോ. ഓൺടർപ്രണറിയൽ കൾച്ചർ എന്താണ്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വയ്ക്കുക. 5 മാർക്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് ആദ്യം പറയാനുള്ളത്. അതുപോലെ തന്നെ ഓൺടർപ്രണറിയൽ സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓൺടർപ്രണറിയൽ സൊസൈറ്റി എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. ഓൺടർപ്രണറിയൽ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് ഇതാണ് മറ്റൊരു സജഷൻ. ഇനി നെക്സ്റ്റ് പലപ്പോഴും റിപ്പീറ്റായിട്ട് വരാറുള്ളതാണ് വിമൻ ഓൺടർപ്രണേഴ്സിനെ പറ്റിയിട്ടുള്ളത്. നോക്കി വയ്ക്കുക. വിമൻ ഓൺടർപ്രണേഴ്സിൻ്റെ ചലഞ്ചസ് നമ്മൾ SCക്ക് പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വിമൻ ഓൺടർപ്രണേഴ്സിൻ്റെ ഫീച്ചേഴ്സോ ചലഞ്ചസ് നോക്കാം. SCക്ക് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സോ അതിൻ്റെ കോമൺ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ എമർജിങ് ട്രെൻഡ്സ് ഇൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് മറ്റൊരു ചോദ്യം. എമർജിങ് ട്രെൻഡ്സ് ഇൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എമർജിങ് ട്രെൻഡ്സ്. സോ ഇതാണ് മറ്റൊരു സജഷൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത് പൊട്ടൻഷ്യൽ ഓൺടർപ്രണേഴ്സിൻ്റെ ട്രൈഡ്സ് എന്നുവെച്ചാൽ ക്വാളിറ്റീസ്. ട്രൈഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺടർപ്രണേഴ്സ്. ട്രൈഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺടർപ്രണേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിർബന്ധമായും ആ ഒരു ചോദ്യം നോക്കാം. ഇനി നെക്സ്റ്റ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിനെ പറ്റിയുള്ളൊരു ചോദ്യം. സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്താണ്? അതിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ്. ഫീച്ചേഴ്സ് നോക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് എഴുതണം ഞാൻ. പാരാമീറ്റേഴ്സ് അതും ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഇവല്യൂഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2 പോകുന്ന സമയത്ത് സ്റ്റാൻഡപ്പ് ഇൻ ഇന്ത്യ ഉണ്ട്. സ്റ്റാർട്ടപ്പും ഉണ്ട്, സ്റ്റാൻഡപ്പും ഉണ്ട്. സ്റ്റാൻഡപ്പ് ഇൻ ഇന്ത്യ, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. സ്റ്റാർട്ടപ്പും നോക്കാം കേട്ടോ. മാറി മാറി വരുന്നതാണ് സ്റ്റാൻഡപ്പും സ്റ്റാർട്ടപ്പും. സോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. എന്താണ് പറഞ്ഞത്? സ്റ്റാർട്ടപ്പ്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇപ്രാവശ്യം കൂടുതൽ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി മോഡൽസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് മറ്റൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെയുള്ളതാണ് ആ ഒരു യൂണിറ്റിൽ തന്നെ. മോഡൽസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. മോഡൽസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ബ്ലോക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഏരിയ ആണ്. അതിൽ
പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് അനാലിസിസിൻ്റെ ടൂൾസ് ഉണ്ട്. ഒന്നുകിൽ അത് എസ്റ്റിക് വരാം, അതല്ലെങ്കിൽ അതിലത്തെ ടൂൾസ് 5 മാർക്കിന് ചോദിക്കും. ഇപ്പോൾ പെസ്റ്റൈൽ ഉണ്ട്, സോട്ട് അനാലിസിസ് ഉണ്ട്, പോർട്ടേഴ്സ്, 5 ഫോഴ്സസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 5 മാർക്കിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് ഇൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് നിർബന്ധമായി നോക്കുക. അതുപോലെ തന്നെ പ്രൊജക്ട് ഐഡിയാസിൻ്റെ സോഴ്സസ് ഓഫ് പ്രൊജക്ട് ഐഡിയാസ് ശരിക്കും ഈസി ടോപ്പിക്കാണ് കേട്ടോ, അത് നോക്കി വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് പ്രൊജക്ട് ഡിസൈൻ്റെ കീ എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്ട് ഡിസൈൻ. ഓക്കെ, മറ്റൊരു ടോപ്പിക്ക്. ഇനി ബിസിനസ് പ്ലാനിനെ പറ്റിയിട്ട് ചോദിക്കാം. ബിസിനസ് പ്ലാൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ബിസിനസ് പ്ലാനിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് ലീഗൽ ചലഞ്ചസ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ലീഗൽ ചലഞ്ചസ് ഇൻ ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് ലാസ്റ്റ് ഏരിയയിൽ നിന്ന് ബാരിയേഴ്സ് ടു ഇൻ്റർനാഷണൽ ട്രേഡ്. ബാരിയേഴ്സ് ടു ഇൻ്റർനാഷണൽ ട്രേഡ് നോക്കി വയ്ക്കുക. അതുപോലെ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്. പിന്നെ അവസാനമായിട്ടൊരു സജഷനും കൂടി, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ്, അതും കൂടി നോക്കിയോളൂ കേട്ടോ. ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്കിനെ പ്രതീക്ഷിക്കുന്ന. 5 മാർക്കിന് ഒരുപാട് സജഷൻസ് ഉണ്ട്, വലിയൊരു സബ്ജക്റ്റ് ആണല്ലോ തിയറി. അപ്പോൾ എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം ഓൺട്രപ്രണറിയൽ കൾച്ചർ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓൺട്രപ്രണറിയൽ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ്, വിമൻ ഓൺട്രപ്രണേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് നോക്കി വെച്ചോ കേട്ടോ, 5 മാർക്കിന് വരാം. ദെൻ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ട്രൈഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ്, സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, പാരാമീറ്റേഴ്സ്, സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ്, രണ്ടും സ്റ്റാർട്ടപ്പ് ആയില്ലോ, ഒരെണ്ണം സ്റ്റാൻഡപ്പാണ് കേട്ടോ, ഒരെണ്ണം സ്റ്റാൻഡപ്പാണ്, ഒരെണ്ണം സ്റ്റാർട്ടപ്പും. ഓക്കെ, ഫീച്ചേഴ്സ്. പിന്നെ മോഡൽസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, പിന്നെ എൻവയോൺമെൻറ്റ് അനാലിസിസിൻ്റെ ടൂൾസിലെ ഇപ്പോൾ പെസ്റ്റൈലോ അതല്ലെങ്കിൽ സോട്ട് അനാലിസിസോ അതുപോലെ തന്നെ 5 ഫോഴ്സസ്, പോർട്ടേഴ്സിൻ്റെ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാം. ദെൻ ഇഷ്യൂസ് ഇൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, സോഴ്സസ് ഓഫ് പ്രൊജക്ട് ഐഡിയാസ്, കീ എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്ട് ഡിസൈൻ, ബിസിനസ് പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലീഗൽ ചലഞ്ചസ് ഇൻ ഓൺട്രപ്രണർഷിപ്പ്, ബാരിയേഴ്സ് ടു ഇൻ്റർനാഷണൽ ട്രേഡ്, പിന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് 10 ചോദ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.